വെൽക്കം ടു മൈ ചാനൽ ദ സ്പീക്ക് ആൻഡ് ട്രീ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ദ സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിന്റെ ഒരു ആമുഖമാണ് ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസും സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നതിനെ പറ്റി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു പശ്ചാത്തലം, അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് പൗലോസ് മൊത്തം 4 ലെറ്റേഴ്സാണ് കൊറിന്തോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് എന്ന് പറയുന്നത് പൗലോസ് ഏതാണ്ട് AD 57 തുടക്കഘട്ടത്തിൽ കൊറിന്തോസിലുള്ള വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനങ്ങളാണ് നമുക്ക് ഈ കാണുന്ന ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് എന്ന് പറയുന്നത്. പക്ഷെ അന്നത്തെ ഒരു അവസ്ഥയെക്കാളും വളരെ വ്യത്യസ്തമാണ് സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് വ്യത്യസ്തമായ ലെറ്റേഴ്സ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ബുക്സ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് എഴുതുന്ന സമയത്ത് പൗലോസ് ലീഹ എഫെസൂസിലായിരുന്നു. പൗലോസ് ലീഹയുടെ കൂടെ തിമോത്തി എന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കണം, പൗലോസ് ലീഹ ഈ ഒരു കാലഘട്ടത്തിൽ കൊറിന്ത് വിസിറ്റ് ചെയ്യുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത് ഈ ഒരു ഘട്ടത്തിലാണ് എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ പൗലോസ് ലീഹ കൊറിന്ത് വിസിറ്റ് ചെയ്തുവെങ്കിലും നമുക്ക് മനസ്സിലാക്കണം, ഇതൊരു ഗ്രീസ് സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി വിഗ്രഹാരാധനകളുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഏത് വിഗ്രഹത്തെ ആരാധിക്കണം എന്ന് മനസ്സിലാക്കാതെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന കുറെ ആളുകളെയാണ് പൗലോസ് ലീഹയ്ക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ പൗലോസ് ലീഹയുടെ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറയുന്നത് അവിടെ യഹൂദരും അതേപോലെ തന്നെ കുറച്ച് താഴ്ന്ന വർഗക്കാരുമാണ്. ഇവർക്ക് വേണ്ടിയാണ് പൗലോസ് ലീഹ ഓരോ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഓരോ ലേഖനങ്ങളും എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പൗലോസ് ലീഹ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിന്റെ പ്രധാന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വിഗ്രഹാരാധനയെ പറ്റി, അസന്മാർഗിക ജീവിതം, അതായത് അവിഹിത ബന്ധത്തെ പറ്റി, സ്ത്രീകളെ പറ്റി, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കും പൗലോസ് ലീഹ ഓരോ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം. എന്നാൽ ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിന്റെ ഒരു പകുതി ഭാഗമാകുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കും പറ്റും അവരുടെ വിശ്വാസം, അതായത് കൊറിന്തോസിലുള്ള വിശ്വാസികളുടെ വിശ്വാസം, അതായത് പൗലോസ് ലീഹയുടെ നേതൃത്വത്തിലുള്ള കൊറിന്തോസിലുള്ള വിശ്വാസികളുടെ വിശ്വാസം എത്രമാത്രം ആഴപ്പെട്ടു എന്നത് വളരെ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് വായിക്കുമ്പോൾ. കാരണം തുടക്കത്തിലൊക്കെ അവരുടെ ചോദ്യങ്ങൾ വളരെ അസന്മാർഗിക ജീവിതത്തെ പറ്റിയും ലൗകിക സുഖത്തെ പറ്റിയുമായിരുന്നു. അതായത് ഇമ്മോറാലിറ്റി, സെക്ഷുവാലിറ്റി, അതേപോലെ ഐഡൽ വേർഷിപ്പ്, ഇതൊക്കെയായിരുന്നു മേജർ തീംസ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫ് ഓഫ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് നമുക്ക് വായിക്കാൻ സാധിക്കുക. പക്ഷേ സെക്കൻഡ് ഹാഫ് ഓഫ് ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് നമ്മൾ വായിക്കുന്നത് കൂടുതലായിട്ട് വിശ്വാസികൾ ചോദിക്കുന്ന വിശ്വാസത്തെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ പറ്റി, ഭാഷാപരവും പ്രവചനപരത്തിൽ ഏതാണ് കൂടുതൽ പ്രാധാന്യമെന്നും, അപ്പൊ അങ്ങനെയുള്ള വിശ്വാസം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സെക്കൻഡ് ഹാഫ് ഓഫ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞെങ്കിലും പൗലോസ് ലീഹ കൊറിന്ത് വിസിറ്റ് ചെയ്തു, മടങ്ങി വന്നു. വളരെ വിഷമത്തോടെയാണ് പൗലോസ് ലീഹ മടങ്ങി വന്നത്. കാരണം ഒട്ടനവധി സഹനങ്ങൾ പൗലോസ് ലീഹയ്ക്ക് അവിടെ സഹിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് വിശ്വാസത്തെ ചൊല്ലി ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പൗലോസ് ലീഹനെ അവർ വേണ്ട രീതിയിലല്ല സ്വീകരിച്ചത് എന്നതും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പൗലോസ് ലീഹ തിരിച്ചു വരുമ്പോൾ പൗലോസ് ലീഹ വളരെ വിഷമത്തിലായിരുന്നു. പിന്നീട് പൗലോസ് ലീഹ തിമോത്തിനെ അവിടെ കൊറിന്തോസിലേക്ക് വിടുകയും പിന്നെ തിമോത്തി വഴിയാണ് പിന്നീട് പൗലോസ് ലീഹ ഓരോ ലേഖനങ്ങൾ അല്ലെങ്കിൽ കത്തുകൾ സ്വീകരിച്ചത് എന്നത് വളരെ വ്യക്തമാണ്. ഇത് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് വെച്ചാൽ ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിന്റെ ചാപ്റ്റർ 5ഉം ചാപ്റ്റർ 9 വായിച്ചാൽ ഇത് വളരെ വ്യക്തമാണ്. ഒന്ന്, അസന്മാർഗികതയെ പറ്റി പൗലോസ് ലീഹയുടെ അഭിപ്രായം. അതേപോലെ നമ്മൾ സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിൽ ചാപ്റ്റർ 2 വായിക്കുമ്പോഴും ഇത് കുറച്ചും കൂടി വ്യക്തമാണ്. അതായത് അവിടെ ഫോൾസ് ടീച്ചിങ് ഉണ്ടായിരുന്നു. അതായത് സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് നമ്മൾ കൂടുതലായി കാണുന്നത്, അതായത് ചാപ്റ്റർ 2 ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പൗലോസ് ലീഹ ഒത്തിരി വിഷമത്തിലാണ് എഴുതുന്നത്. പൗലോസ് ലീഹയെ ഒരു ബോഷൻ എന്നൊക്കെ പറഞ്ഞ് അത്രമാത്രം താഴ്ത്തുന്ന രീതിയിൽ പൗലോസ് ലീഹയെ
കാണുന്ന രീതിയിൽ അവിടെ ഫോൾസ് ടീച്ചിങ് ഉണ്ടായതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിൽ ചാപ്റ്റർ 2 വായിക്കുമ്പോൾ വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പൗലോസ് ശ്ലീഹയുടെ ആ ഒരു പൗരോഹിത്യം പ്രൂവ് ചെയ്യുക എന്ന ഒരു ഭയങ്കര ഒരു ചാലഞ്ചിങ് സ്റ്റേജ് ആയിരുന്നു സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിൽ കാണുന്നത്. എന്നാൽ ഫസ്റ്റ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിനേക്കാൾ വളരെയധികം കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടാണ് പൗലോസ് ശ്ലീഹ ഓരോ ഘട്ടങ്ങളെ നേരിട്ടിരുന്നത് എന്നത് വളരെ വ്യക്തവുമാണ്. എന്നാൽ സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിലെ പൗലോസ് ശ്ലീഹ കൂടുതലായിട്ട് നമുക്ക് കാണാം പൗലോസ് ശ്ലീഹയുടെ തന്നെ ടെസ്റ്റിമണീസ് ആണ്. അതായത് നമുക്കറിയാം പൗലോസ് ശ്ലീഹ സാവൂളിൽ നിന്ന് പോൾ ആയതാണ്, ആ ഒരു ട്രാൻസിഷൻ പീരീഡ്. പക്ഷേ ട്രാൻസിഷൻ പീരീഡ് ആണെങ്കിൽ പോലും പൗലോസ് ശ്ലീഹ ഇന്ന് പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് അപ്പോസ്തോല സ്ഥാനം അല്ലെങ്കിൽ അപ്പോസ്തോലിന്റെ കടമകളൊക്കെ നിർവഹിക്കുന്ന ഒരു സേവകൻ, ഒരു ദാസനായിട്ടാണ് പൗലോസ് ശ്ലീഹ പരിചയപ്പെടുത്തുന്നത് തന്നെ. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കണം പൗലോസ് ശ്ലീഹ കടന്നു പോകുന്ന ഒരുപാട് ചാലഞ്ചസ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിലാണ്. അദ്ദേഹത്തിന്റെ സഹനങ്ങളെ പറ്റിയും ആ സഹനങ്ങളുടെ ഓരോ സഹനങ്ങളുടെ അവസാനത്തിലും ദൈവം എന്ന ആ ഒരു പ്രത്യാശയിലൂടെ ദൈവം എങ്ങനെ പൗലോസ് ശ്ലീഹ ആശ്വസിപ്പിച്ചു എന്നും ഒക്കെ ടെസ്റ്റിമണി പോലെ എഴുതി വിശ്വാസികൾക്ക് കൊടുക്കുന്നതാണ് രണ്ടാം ഘട്ടം, അതായത് സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിൽ നമ്മൾ വായിക്കാൻ പോകുന്നത്. അങ്ങനെ വിശ്വാസത്തിന്റെ ഒരു ആഴ്ന്ന ഘട്ടത്തിലേക്ക്, അതായത് സഹനങ്ങൾ ഉണ്ടാകും, പക്ഷെ സഹനങ്ങളുടെ ഒടുവിൽ നമുക്ക് പ്രത്യാശയുണ്ട്, ദൈവം എന്ന ആ ഒരു പ്രത്യാശയുണ്ട് എന്ന് പൗലോസ് ശ്ലീഹ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുന്നതാണ് സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസിൽ പൗലോസ് ശ്ലീഹ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഫോൾസ് ടീച്ചിങ്ങിനെ പറ്റിയും അതുപോലെ സേറ്റനെ പറ്റിയിട്ട് കുറച്ചും കൂടിയും പൗലോസ് ശ്ലീഹയ്ക്ക് ഉള്ള അറിവ് ഈ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സേറ്റൻ പലപ്പോഴും ദൈവത്തിന്റെ രൂപത്തിൽ പോലും പ്രത്യക്ഷപ്പെടുമെന്ന പൗലോസ് ശ്ലീഹ ഇവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ, പൗലോസ് ശ്ലീഹയുടെ അനുഭവങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നത് തന്നെയാണ് ഈ ഒരു രണ്ടാം ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും പൗലോസ് ശ്ലീഹ കുറച്ചും കൂടി വിശ്വാസപരമായ ഒരു കൂട്ടം ജനതയെ പടുത്തുയർത്തി കഴിഞ്ഞു എന്നത് വളരെ വ്യക്തമായിട്ട് സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആമുഖത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇനി സെക്കൻഡ് ബുക്ക് ഓഫ് കൊറിന്ത്യൻസ് വായിക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കൂടുതലായിട്ട് പൗലോസ് ശ്ലീഹയുടെ പഠനങ്ങളെ പറ്റിയും എങ്ങനെയാണ് പൗലോസ് ശ്ലീഹ വിശ്വാസികളെ മുന്നോട്ട് നയിക്കുന്നത് എന്നൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.